ഈശ്വര, കൃത്തിക്കേനാണോ നിരഞ്ജൻ വിവാഹം കഴിച്ചത്? ഡാ, നീ എന്താടാ ഈ പന്തം കണ്ട പിടിച്ചാടിയെ പോലെ നോക്കുന്നത്? ആ അത് ഏട്ടാ പെട്ടെന്ന്. ഹായ് കൃതിക, ഞാൻ ഞാൻ മനു. ഹായ്, കൃതിക ജയകുമാർ. അല്ലേലും കൃതിക നിരഞ്ജൻ എന്ന് പറയാൻ ഇനി ഈ ജന്മത്തിൽ കഴിയില്ലല്ലോ. നമ്മള് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ആ ഏയ് അല്ല, നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. മോള് ചിലപ്പോ ഇവന്മാരുടെ ആൽബത്തിൽ വല്ല ഇവനെ കണ്ടാണ്. അല്ലേ തന്നെ നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ, കാണാതിരിക്കാൻ തരയില്ലല്ലോ. ആഹാ, ഇതാര്? അളിയനോ? ആ അളിയ. ആ മനു, നീയും ഉണ്ടോ? ആ ഞാനുണ്ടെങ്കിൽ എന്താണ്ട്? വന്നിട്ട് ഒരുപാട് നേരമായോ മോനെ? ഞാൻ കുളിക്കുമായിരുന്നു. ഏയ് ഇല്ലെങ്കിൽ ഞങ്ങൾ വന്നതേ ഉള്ളൂ. ആ നിങ്ങൾ വാ, വന്നിരിക്കെ. സീമേ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അയ്യോ, ഞാനത് മറന്നു, ഇപ്പൊ എടുക്കാം. പിന്നെ മനു, എന്തൊക്കെയുണ്ടടാ വിശേഷം? നിന്റെ ഹോസ്പിറ്റലിലെ പണിയൊക്കെ തീർന്നോ? പണി തീർന്നു വരുന്നു അങ്കിൾ. ഇനി കുറച്ച് ഇന്റീരിയർ വർക്ക്സ് കൂടെ ഉണ്ട്. പക്ഷെ ഫണ്ടാണ് പ്രശ്നം. ഞങ്ങള് അതിനെക്കുറിച്ചുകൂടെ പറയാൻ വേണ്ടി അളിയാ വന്നത്. കുടുംബസ്വത്ത് ഭാഗം വെച്ചാലോ എന്ന് ആലോചിക്കുക. അല്ലാതെ ഹോസ്പിറ്റലിലെ പണി തീർക്കാൻ വേറെ വഴിയില്ല. അതിനെന്താ അളിയ, നിങ്ങളൊരു ഡേറ്റ് തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി. ഞാൻ സീമയെ വന്നോളാം. പിന്നെ സീമയുടെ ഭാഗം ഞങ്ങൾക്ക് വേണ്ട. അത് മീനാക്ഷിയുടെ പേരിലോ മനുവിന്റെ പേരിലോ എഴുതാം. അത് മതി. അയ്യോ അങ്കിൾ, അത് അപ്പച്ചിക്കുള്ളതല്ലേ, അത് ഞങ്ങൾക്ക്. ആ, അത് അവളുടെ പേരിലുള്ളതാ. ഇപ്പൊ തന്നെ ഈ കാണുന്നതൊക്കെ നോക്കി നടത്താൻ ഞങ്ങൾക്ക് ആളില്ല. ഇനി എന്റെ പെൺമക്കൾ പഠിച്ചെന്ന ലെവലായിട്ട് വേണം അവരെ ഏൽപ്പിക്കാൻ. അവര് നോക്കിക്കോളുമല്ലോ. ഇവന്മാർക്ക് ഇതൊക്കെ നോക്കി നടത്താൻ എവിടെയാ സമയം? പെൺമക്കളല്ലല്ലോ, മരുമക്കളല്ലേ അറിയാ. എനിക്കിവര് മരുമക്കളല്ല, എന്റെ സ്വന്തം മക്കള് തന്നെ. ഇനി അവര് നോക്കട്ടെ എന്റെ സാമ്രാജ്യം. ഹോസ്പിറ്റലിൽ ഇവന്മാര് നോക്കിക്കോളും. ഇനി ഞങ്ങള് 3-4 പേരക്കുട്ടികളെയും കളിപ്പിച്ച് വീട്ടിലിരിക്കാനുള്ള പ്ലാന് അല്ലേ സീമേ? പിന്നല്ലാതെ. ഇനി ഞങ്ങള് വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പോവാ. മോനെ, ജ്യൂസ് എടുക്കടാ. താങ്ക്സ് അപ്പച്ചി. അച്ഛൻ പറഞ്ഞത് കേട്ടു, 3-4 പേരക്കുട്ടികളെ വേണമെന്ന്. പ്രായമായവർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാലേ അതങ്ങ് സാധിച്ചു കൊടുക്കണമെന്നാ. നമുക്കതങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ സ്മൃതി? മിണ്ടാതിരുന്നോണം, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉണ്ണിയപ്പം വെച്ച് ഞാൻ എറി. എനിക്ക് ഉണ്ണിയപ്പം വേണ്ട. 3-4 ഉണ്ണികളെയും ഉണ്ണിമോളെയും മതി. ഓ, ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. മിണ്ടാതിരിക്കും മനുഷ്യ. കുക്കു നോക്കുന്നു, അവള് കേക്കും. ഈ ഏട്ടന്റെ ജീജിയുടെ ഒരു കാര്യം. കുക്കു കല്യാണം കഴിഞ്ഞുകൊണ്ട് പറയാം, പ്രഗ്നന്റ് ആവാതെ നോക്കണം. ഈശ്വര, ഞങ്ങളെ ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരു ജീവൻ എന്റെ ഉള്ളിൽ തുടിക്കരുത്. എന്നെ ജീവിക്കാൻ മോഹിപ്പിക്കല്ലേ. ആരാ ഇത് ഈ സമയത്ത്? ഹോസ്പിറ്റലിൽ നിന്ന് ദിവാകരേട്ടനായിരിക്കും. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എടുത്തോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. ആ ദിവാകരേട്ടാ, കേറി വാ. ആ കുഞ്ഞെ, ദേ ഫയലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ശരി ചേട്ടാ, എന്നാ ചേട്ടൻ പൊയ്ക്കോ. ശരി കുഞ്ഞെ. ഓനെ നിരഞ്ജ, എന്താ അമ്മാവനോട് ഇതിനെ കുറിച്ച് പറയാതിരുന്നത്? പറഞ്ഞിരുന്നേല് അമ്മാവൻ കൊണ്ടുവരുമായിരുന്നല്ലോ. അമ്മാവന് നല്ല തിരക്കല്ലേ. ഞാൻ പലവട്ടം ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞതാ. അമ്മാവൻ തിരക്ക് കാരണം മറന്നുപോയതാ. അതാ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് വരുത്തിച്ചത്. ഇത് കുറെ ഉണ്ടല്ലോ അനിയൻകുട്ടാ, നീ ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് വാ, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. വേണ്ട കുക്കു, ഞാൻ എടുത്തോളാം. നീ എന്തിനാടാ അതിന് അലറുന്നത്? ആ അതൊന്നുമില്ല അമ്മാവ. കുക്കുവിന് നല്ല ബാക്ക് പെയിൻ ആണെന്ന് സ്മൃതി പറഞ്ഞു. ഇനി ഇതൊക്കെ എടുത്ത് മുകളിൽ കയറിയിട്ട് വെറുതെ പെയിൻ കൂട്ടണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതാ. ആ അങ്ങനെ. നരഞ്ച വാടാ. എന്നാൽ അളിയ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. കുറച്ച് നേരമായി. അവളും മീനാക്ഷിയും അവിടെ ഒറ്റയ്ക്ക. ആ എങ്കിൽ ശരി അളിയ, കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ മതി. ഡാ, നീ നിന്റെ ഏട്ടത്തിമാർക്ക് എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ഒന്നും കൊടുക്കുന്നില്ലേ? അങ്ങോട്ട് കൊടുക്കടാ. ഞാനതങ്ങ് മറന്നുപോയി. ആ ഏട്ടത്തി, ഇത് ഏട്ടത്തിക്ക്. താങ്ക്സ് മനു. ആ ഇത് തനിക്കാ. സാരിയാ, ഇഷ്ടാവോന്ന് അറിയില്ല. താങ്ക് യു. അയ്യോ, ഇതെന്റെ ഫേവറേറ്റ് കളറാണല്ലോ. താങ്ക്സ് ചേട്ടായി. വീണ്ടും അതേ വിളി, അതേ കൗതുകം, അതേ ചിരി. നിന്നെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല കുട്ടി. മധുവിനൊപ്പം ഞാൻ കണ്ട കൃതികയിൽ നിന്ന് നിനക്കേറെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. മാതിരി അവള്. ഡാ മോനെ, നമുക്ക് ഇറങ്ങാം. പോകാച്ച. അപ്പൊ അളിയ, ഞങ്ങൾ ഇറങ്ങുക. ആ അളിയ, ശരി എന്നാ ചെല്ല്. ഡാ, ഇടയ്ക്ക് ഹോസ്പിറ്റലിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുക കേട്ടോ. ആ ശരി ഏട്ടാ. നിച്ചു, ഞാൻ പോവുകയാണേ. ആടാ ശരി. മനു കുറച്ച് വണ്ണം വെച്ചെന്നല്ലാതെ വേറെ മാറ്റമൊന്നുമില്ല അല്ലേ സീമേ? ആ ജീവ, ആ കൂട്ടത്തിലൊരു പാവം ഉണ്ടെങ്കിൽ അത് അവൻ മാത്രമേ ഉണ്ടാവൂ. അമ്മേ, ഞാൻ ഈ സാരി കൊണ്ടുപോയി വെച്ചിട്ട് വരാവേ. ആ ശരി മോളെ. ഡാ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഡയാലിസിസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഡോണറിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. നിരഞ്ജൻ, അവനിപ്പോ എന്താ ചെയ്യാ? അവൻ ഇവിടെ ഉള്ളപ്പം കുക്കുവിനെയും കൊണ്ട് എങ്ങനെയാ ഡയാലിസിസിന് പോകുന്നത്? ആ എന്തേലും വഴി അതിന് കണ്ടുപിടിക്കണം അമ്മേ. സ്മൃതി, താനൊന്ന് വന്നേ. ആ ഏട്ടാ, വരുന്നു. എന്താ ഏട്ടാ? എടോ, കുക്കുവിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അതുകൊണ്ട് അവളെ കൊണ്ട് കട്ടിയുള്ള ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്. പിന്നെ നരഞ്ചനും കുക്കുവിന്റെ സർജറി കഴിയും വരെ ഒന്നിച്ചൊരു റൂമിൽ കഴിയാതിരിക്കുന്നതാണ് നല്ലത്. ഏട്ടൻ പറഞ്ഞു വരുന്നത്? കുക്കു പ്രഗ്നന്റ് ആയി പോയാൽ റിസ്ക് കൂടും. അവർക്കിടയിൽ ഇപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷേ എന്തോ ഒരു വല്ലാത്ത പേടി.
എനിക്കും ആ ഒരു പേടിയുണ്ട്. എപ്പോഴേലും അങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങളൊന്നും നമ്മുടെ ആരുടെയും കയ്യിൽ നിൽക്കില്ല. നരജനോടാണെ കാര്യങ്ങളൊന്നും പറയാനും വയ്യ, കുക്കുവിനെ അവന്റെ അടുത്ത് നിന്ന് മാറ്റാനും വയ്യ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തേലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. മാത്രമല്ല, നിരഞ്ജന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം പോലെ. എന്ത് മാറ്റം? ആ ഓക്കെ മായ, ഞാൻ ഇനി ഉടനെ ഇങ്ങോട്ട് പോകുന്നില്ല. താൻ ലീവ് എടുത്തോ, ഞാൻ നോക്കിക്കോളാം. യാ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ആ ഞാൻ ഞാൻ മാറിത്തരാം. ഒന്ന് തന്നെ. ആ എന്താ? ഞാനിപ്പോ ഓക്കെയാണ്. മെന്റലി കുറച്ച് ഡൗൺ ആണെന്നേ ഉള്ളൂ. ഇനിയും ഈ മെഡിസിൻസ് ഞാൻ കഴിക്കണോ? ഏയ് വേണ്ട, ഇനിയിപ്പോ നിർത്താം. മരുന്ന് കഴിക്കണ്ട. ഇനി ഡൽഹിക്കോ മറ്റോ ഉടനെ പോകുന്നുണ്ടോ? ഇല്ല. എന്താ? ആ, എങ്കില് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. ഞാൻ വന്നതുകൊണ്ടാണോ? അതുകൊണ്ടെന്ന് കൂട്ടിക്കോ. എനിക്കെന്തോ ഈ മുറിയില് നിങ്ങൾക്കൊപ്പം കഴിയാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് മനസ്സിലാവും. ഞാൻ എഴുതി വെച്ച കത്ത് കിട്ടിയായിരുന്നോ? കിട്ടി. വായിച്ച ശേഷം കീറിക്കളഞ്ഞു. എങ്കില് താഴേക്ക് വാ, നമുക്ക് എല്ലാവരോടും എല്ലാം പറഞ്ഞ് തനിക്ക് പോകാമല്ലോ. എല്ലാരോടും ഞാൻ എല്ലാം പറയും. പക്ഷേ എന്നോട് ഭിക്ഷയായി താൻ അല്പം സമയം ചോദിച്ചില്ലേ, അത് ഞാൻ തനിക്ക് തരുക. തന്റെ പ്രശ്നം എന്തു തന്നെ ആയാലും 5 മാസത്തിനുള്ളിൽ അത് തീർത്തിട്ട് എന്നേക്കുമായി ഈ ബന്ധം അവസാനിപ്പിക്കാനുള്ള കാര്യം നോക്കണം. ശരിയാക്കാം. താങ്ക്സ്, എന്നോട് ഇത്തിരി കരുണ കാണിച്ചതിന്. ഇത് തന്നോടുള്ള കരുണയല്ല, മറ്റാരോടോ ഉള്ള എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാ തനിക്ക് ഞാൻ ഈ ഭിക്ഷ തരുന്നത്. അമ്മേ, ചേച്ചി എവിടെ? റൂമിലുണ്ട്. മോള് ചെന്ന് അവരെ കഴിക്കാൻ വിളിച്ചോണ്ട് വാ. നരഞ്ജന്റെ സ്വഭാവത്തില് എന്തോ മാറ്റമുണ്ട് സ്മൃതി. പണ്ടത്തെ എന്റെ നരഞ്ജൻ ആവുകയാണോ അവനെന്ന് എനിക്കൊരു പേടി. ഏട്ടൻ എന്താ ഈ പറയുന്നത്? എന്താ ഏട്ടാ, എന്താ അങ്ങനെ തോന്നാൻ? തന്നോട് ഞാൻ ഒരിക്കല് അവൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ, മാധുരിയുടെ കാര്യമല്ലേ? മാധുരി മരിച്ചു കഴിഞ്ഞ് കുറച്ചു നാള് നരഞ്ജൻ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അന്ന് മനുവും ഋഷിയും ഹയർ സ്റ്റഡീസിന് വേണ്ടി ലണ്ടനിലേക്ക് പോയപ്പം ശബരിയായിരുന്നു നരഞ്ജന്റെ കൂട്ട്. ശബരി? ഈ പേര് ഞാൻ നരഞ്ജനേട്ട കൂട്ടുകാരൻ. അതാ ഗിരിയുടെ ഏട്ടനല്ലേ? മാധുരി മരിച്ചൊരു 2-3 മാസം കഴിഞ്ഞപ്പം നരഞ്ജന് പ്രാക്ടീസിന് കയറേണ്ടി വന്നു. ഞങ്ങളുടെ പ്രൊഫസറെ നിർബന്ധിച്ചുകൊണ്ടാണ് നരഞ്ജൻ കുറച്ചുനാൾ അവിടെ പ്രാക്ടീസിന് കയറിയത്. പക്ഷേ അവിടെ വെച്ച് അവൻ ഒരുപാട് ടോർച്ചർ അനുഭവിക്കേണ്ടി വന്നു. നരഞ്ജൻ സൂയിസൈഡിന് ശ്രമിച്ചിരുന്നു. ശബരി കണ്ടതുകൊണ്ട് മാത്രം അന്ന് നരഞ്ജൻ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഇന്ന് അവൻ... അയാൾ എന്തിനാ സൂയിസൈഡിന് ശ്രമിച്ചത്? അതിന് മാത്രം എന്താ അയാളുടെ ലൈഫിൽ ഉണ്ടായത്? ഞാൻ ഈ കാര്യമൊക്കെ അറിഞ്ഞത് നരഞ്ജൻ തിരികെ കാനഡയിൽ വന്നപ്പോഴാണ്. ആകെ കോലം കെട്ട്, കണ്ണൊക്കെ വീങ്ങി, ആരോടും ഒന്നും മിണ്ടാതെ എന്തോ വലിയ തെറ്റ് ചെയ്ത കുറ്റവാളിയെ പോലെ അവൻ 6 മാസത്തോളം ഒരു മുറി തന്നെ ചില രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് അലറിക്കരയുന്നതും, ചിലപ്പോൾ മധുവിൻ്റെ ഫോട്ടോ നോക്കി ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല മധു, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല എന്നൊക്കെ പിച്ചും പേയും പറയുന്നത് കേൾക്കായിരുന്നു. പതിയെ അവൻ തന്നെയാണ് ആ അവസ്ഥയിൽ നിന്ന് റിക്കവറായി വന്നത്. പിന്നെ ഇപ്പോഴാണ് നരഞ്ജനെ ഞാൻ ഇങ്ങനെ കാണുന്നത്. സ്മൃതി, എനിക്കെന്തോ ഒരു പേടി പോലെ. അവൻ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോവുകയാണോന്ന്. എനിക്ക് അവനങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. സഹിക്കില്ല എനിക്കത്. ഏട്ടാ, കരയാതെ. ഒന്നുമില്ല, നമ്മൾ എല്ലാവരും ഇല്ലേ അവന്റെ കൂടെ. കിച്ചേട്ടൻ എന്തിനായിരിക്കും സൂയിസൈഡിന് ശ്രമിച്ചത്? എന്തായിരിക്കും അവിടെ വെച്ച് നടന്നത്? എങ്ങനെ ഇതിപ്പോ ഒന്നും അറിയാം? അച്ഛൻ എന്താ ഈ നേരത്ത്? മോ വന്നായിരുന്നോ? ഞാൻ വൈകിട്ടാ വന്നത്. മോനെ, കുക്കും സ്മൃതി എവിടെ? അവരോട് ഉണ്ടച്ചാ, ഞാൻ വിളിക്കാം. വിളിക്കണ്ട, അതേ വന്നല്ലോ അവര്. എന്താ ചെയ്യാ നീ ഈ നേരത്ത്? നിമ്മി എവിടെ? എടാ, നിമ്മി കുറച്ചു മുന്നേ ബാത്റൂമിലൊന്ന് തെന്നി വീണു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നടുവൊന്ന് വിളക്കി, കാലിന്റെ കുഴയൊന്ന് തിരിഞ്ഞുപോയി. പേടിക്കാനൊന്നുമില്ല, ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ അമ്മ. ഒന്നുമില്ല മോളെ, അവള് പറഞ്ഞതാ നിങ്ങളോടൊന്നും പറയണ്ടാന്ന്. ഞാൻ പിന്നെ ഇങ്ങ് പോന്നതാ. അച്ഛൻ വന്നത് മക്കളിൽ ആർക്കെങ്കിലും കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് അറിയാനാ. ഞാൻ വരാം അച്ഛാ. നരഞ്ജൻ മോന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കിനി കുറച്ച് നാളത്തേക്ക് ഓവർ ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ വരാനൊക്കെ താമസിക്കും. അതുകൊണ്ട് കുക്ക് അവിടെ നിന്നോട്ടെ, സാരമില്ല. അമ്മയ്ക്ക് സുഖമായിട്ട് കുക്ക് വന്ന അമ്മയ്ക്ക് സുഖമായിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക്. നിരുപേട്ട വാ, നമുക്കൊന്ന് അമ്മയെ പോയി കാണാം. മോളെ നിക്ക്, ഞങ്ങള് വരാം. കുക്കു, നീ വരുന്നില്ലേ? ഞാൻ വരുവാ. ഡ്രസ്സും ബുക്കും ഒക്കെ എടുത്തിട്ട് വരാം. അത് മതി മോളെ. നരഞ്ജ, നീ അവളെ സഹായിക്ക്. എടുത്തു വെച്ചിട്ട് വിളിച്ചാൽ മതി, ഞാൻ വരാം. ശരി ഏട്ടാ. താൻ അച്ഛനെ വിളിച്ച് പറഞ്ഞായിരുന്നോ അങ്ങോട്ട് വരണമെന്ന്? ഇല്ല. വാ, ഞാനെല്ലാം എടുത്തു വെക്കാൻ ഹെൽപ്പ് ചെയ്യാം. ഇത് കുക്കുവിന്റെ പടിയിറക്കാണ്. ഇനി അവൾ ഈ മുറിയിലേക്ക് വരില്ല, എൻ്റെ ജീവിതത്തിലേക്ക്. പാവം, പോകുന്നത് തന്നെയാണ് നല്ലത്.
എന്നെ പോലെ ഒരു വൃത്തികെട്ടവന്റെ കൂടെ ജീവിക്കുന്നതിന് നല്ലത് അവള് പോകുന്നത്. ഇപ്പോ നിനക്ക് വേദനിക്കുന്നതിന്റെ ഒരു 100,000 ഇരട്ടി അവള് വേദനിച്ചിട്ടുണ്ട്. പലപ്പോഴായി നീയാ അവളുടെ മുറിവിലേക്ക് ഉപ്പ് പുരട്ടി കൊടുത്തത്. അതിന്റെ നീറ്റിൽ മാറാൻ സമയമെടുക്കും. പക്ഷേ അപ്പോഴേക്കും നിങ്ങളിൽ ആരവശേഷിക്കും എന്നുള്ള ചോദ്യം പിന്നെയും ബാക്കിയാവും. ഒരിക്കലും വിചാരിച്ചതല്ല കൃതിക്ക് അതും നരജനൊപ്പം നടക്കാൻ പാടില്ലാത്തതാണ് നടന്നു കഴിഞ്ഞത്. കുഴിച്ചു മുടികളൊക്കെ പുറത്തു വരാൻ പോകുന്നത് പോലെ. മധുവും കൃതികയും തമ്മിലുള്ള ബന്ധം നിരഞ്ജൻ അറിഞ്ഞ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ആ തെളിവുകൾ പുറത്തു വന്ന പിന്നെ നഷ്ടപ്പെടാൻ പോകുന്നത് കുറേയേറെ ജീവനുകളായിരിക്കും. അരിഞ്ഞു തള്ളും നിരഞ്ജൻ എല്ലാവരും. ഒന്നും ആരോടും പറയാനാകാതെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അല്ലെങ്കിലും അന്നും നഷ്ടങ്ങളെല്ലാം എനിക്ക് തന്നെ ആയിരുന്നല്ലോ. ചെയ്തു പോയൊരു തെറ്റിന്റെ പരിഹാരം പോലെ ഇത്രയും നാളെ അജ്ഞാതവാസത്തിന് ഞാൻ പോയത്. പക്ഷെ എന്നിട്ട് തീർന്നില്ലല്ലോ ദൈവമേ ഈ പരീക്ഷണം. മധുവിന്റെ കേസ് എങ്ങനെ റീഓപ്പൺ ചെയ്ത് നശിക്കാൻ പോകുന്നത് പലരുടെയും ജീവിതം. സമാധാനം പോയല്ലോ ഈശ്വര. ഞാനിനി മടങ്ങി വരില്ല എന്ന് അയാൾക്കറിയാം. അതാണ് മറ്റൊന്നും പറയാതെ പോയത്. ശരിക്കും അയാളുടെ മാത്രമായിരുന്നു തെറ്റ്. ഒന്നും തുറന്നു പറയാതെ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ടല്ലേ അയാളുടെ സംശയങ്ങൾ തുടങ്ങിയത്. തുറന്നു പറഞ്ഞിട്ടും വിശ്വസിക്കാതെ വന്നപ്പോഴല്ലേ എനിക്ക് ദേഷ്യം വന്നത്. ഹരിയേട്ടന്റെ കൂടെ കൂടുതൽ അടുപ്പം കാണിച്ചത്, അയാളിൽ നിന്ന് അകലം പാലിച്ചത് ഒക്കെ ഞാനല്ലേ. അയാളുടെ സംശയത്തിന് തീ കോരി ഒഴിച്ചത് ഞാനല്ലേ. അന്ന് രാത്രി ഏതോ ഒരു നിമിഷത്തില് എന്റെ നിയന്ത്രണം വിട്ടുപോയില്ലേ. അയാൾ അടർന്നു മാറാൻ ശ്രമിച്ചപ്പോൾ ഞാനല്ലേ അയാളെ പിടിച്ച് എന്നിലേക്ക് ചേർത്തത്. നിങ്ങൾ എന്നോട് പറഞ്ഞ ആ വാക്കുകളല്ലേ കിച്ചേട്ടാ എന്നെ നിങ്ങളിലേക്ക് അടുപ്പിച്ചത്. അതുകൊണ്ടല്ലേ മനസ്സുകൊണ്ടും ഞാൻ അതിന് തയ്യാറായത്. അപ്പോ അവിടെ തെറ്റുകാരി ഞാൻ കൂടെയല്ലേ. അരുതരുതെന്ന് എന്റെ തലച്ചോറ് പറഞ്ഞിട്ടും മനസ്സ് കൈവിട്ടു പോയതുകൊണ്ടല്ലേ ഒരു നിമിഷം ഞാൻ. വാവേ, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? Cuckoo, please, I need you. I want to know you. I can't resist myself. കിച്ചേട്ടാ പ്ലീസ്. കുക്കു, എന്നെ കൊണ്ട് പറ്റുന്നില്ല കുക്കു. കിച്ചേട്ടാ പ്ലീസ്, വേണ്ട. പ്ലീസ് കുക്കു, ഐ നീഡ് യു. നിനക്കറിയാവോ കുക്കു, ഞാൻ നിന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നീ എന്റെ കൂടെ വേണമെന്ന്, നീ എന്റെ മാത്രമായിരിക്കണമെന്ന് ഞാൻ കൊതിക്കുന്നുണ്ട് കുക്കു. മധുവിനെ പ്രണയിച്ച സമയത്ത് പോലും നിന്നെ മറന്ന് നിരഞ്ജനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അവളിലേക്ക് എത്തിപ്പെടാൻ പറ്റാതിരുന്നത് എപ്പോഴേക്കും നിന്റെ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നതുകൊണ്ടാ കുക്കു. ഞാൻ പോലും അറിയാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കുക്കു. കുക്കു, ഐ ലവ് യു. ഐ റിയലി ലവ് യു. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല കുക്കു. കുക്കു, എനിക്ക് തല ഫുള്ള് ബ്ലാങ്ക് ആവുന്ന പോലെ. നീ ഞാൻ പറഞ്ഞതൊന്നും മറന്നു പോയേക്കരുത്. എന്നെ ഓർമ്മിപ്പിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ. കുക്കു, കല്യാണം കഴിഞ്ഞതുകൊണ്ട് പറയാം, പ്രഗ്നന്റ് ആവാതെ നോക്കണം. ഇല്ല, സമ്മതിക്കരുത് കുക്കു. ഒരു കുഞ്ഞിപ്പോ നിങ്ങൾക്കിടയിൽ വന്നാ പിന്നെ ഒരിക്കലും നിനക്ക് തിരിച്ച് ചിന്തിക്കാനാവില്ല. നിനക്ക് ആ മനുഷ്യനെ വിധിച്ചിട്ടില്ല.
ഈശ്വരാ, ഞാനിപ്പോ എന്താ ചെയ്യണേ? ഇടയ്ക്കെപ്പോഴും സൂരജേട്ടന്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നപ്പോഴല്ലേ ഞാൻ കിച്ചേട്ടനെ തട്ടിയെറിഞ്ഞത്, എന്തൊക്കെയോ ബോധമില്ലാതെ വിളിച്ചു പറഞ്ഞത്. ശരിയാ, എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത് സത്യം. പക്ഷെ വാക്കാലല്ലെങ്കിലും ഇടയ്ക്കെപ്പോഴും ഞാൻ മൗനാനുവാദം കൊടുത്തപ്പോഴല്ലേ കിച്ചേട്ടൻ എന്നെ. അപ്പോ തെറ്റുകാരി ഞാൻ കൂടിയല്ലേ? എന്റെ ഉള്ളിലെ പെണ്ണ് പ്രണയത്തിന്റെ വികാരത്തിന്റെ തീവ്രതയിൽ അയാൾക്ക് കൊടുത്തതല്ലേ എന്നെ സ്വന്തമാക്കാനുള്ള അനുവാദം. അതല്ലേ ഞാൻ ഇപ്പോഴും അയാളെ മറ്റുള്ളവരുടെ മുന്നിൽ തള്ളിപ്പറയാതിരിക്കുന്നതിന്റെ കാരണം. നിങ്ങളെ എന്നിൽ നിന്നും മാറ്റി നിർത്താൻ എനിക്ക് ഈ വഴിയുണ്ടായിരുന്നോളൂ എന്ന്. എന്നോട് ക്ഷമിക്കുക ചേട്ടാ, സോറി. എന്റെ മുന്നിൽ വേറൊരു വഴിയില്ല. നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, എന്റെ അവസ്ഥ ഇതായിപ്പോയി. എന്നോട് ക്ഷമിക്കുക. പോകാം, പെട്ടി ഞാൻ എടുത്തോളാം. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ റൂമിൽ വന്ന് എടുത്താൽ മതി. ഞാൻ തന്നെ സാധനങ്ങൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ എടുത്തു വെച്ചേക്കാം. കുക്കു, ഞാൻ തന്നോടാ പറഞ്ഞത്, നമുക്കെന്താ ഇറങ്ങിയാലോ? പോകാം. പിന്നെ ഇത് തൻ്റെ സാധനമല്ല, പക്ഷേ ഇത് താൻ അറിയണം. അന്ന് താനിത് തൊട്ടതിന് ഞാൻ തന്നെ തല്ലിപ്പോയി. ഇപ്പോ താനിത് വായിക്കണമെന്നൊരു തോന്നൽ. ഇറങ്ങാ എന്നാ. मुझको दे तू मिट जाने, अब खुद से दिल मिल जाने, क्यों है ये इतना फासला? लम्हे ये फिर ना आने, इनको तू ना दे जाने, तू मुझ पे खुद को दे लुटा। तुझसे तोड़ लूं, कहीं खुद से जोड़ लूं, मेरे जिस्म जा मेरा तेरी खुशबू ओढ़ लूं। जो भी सांसें मैं भरूं, उन्हें तेरे संग भरूं, चाहे जो हो रास्ता उसे तेरे संग चलूं। दिल इबादत कर रहा है, धड़कने मेरी सुन, तुझको मैं पाऊं हासिल लगी है यही दुनिया। जिंदगी की शाख से लूं कुछ हंसी पल में चूं, तुझको मैं पाऊं हासिल लगी है यही दुनिया। जो भी जितने पल जीऊं, उन्हें तेरे संग जीऊं, जो भी कल हो अब मेरा उसे तेरे संग चलूं। लम्हे ये फिर ना आने, इनको तू ना दे जाने, तू मुझ पे खुद को दे लुटा। तुझसे तोड़ लूं, कहीं खुद से जोड़ लूं, मेरे जिस्मो जा पे आ तेरी खुशबू ओढ़ लूं। जो भी सांसें मैं भरूं, उन्हें तेरे संग भरूं, चाहे जो हो रास्ता उसे तेरे संग चलूं। दिल इबादत कर रहा है, धड़कने मेरी सुन, तुझको मैं क्यों हासिल लगी है यही। ഡേ കുക്കു, നരജന വരുന്നുണ്ട്, തുടങ്ങിക്കോ. എടാ മരുമോനെ, ഞാൻ ഈ അഭിനയത്തിനൊക്കെ ഭയങ്കര വീക്ക. ഞാൻ തന്നെ വേണോടാ ഇത് ചെയ്യാൻ. മര്യാദയ്ക്ക് ചെയ്തില്ലേ നീ എന്റെ കയ്യിൽ നിന്ന് വീക്ക് മേടിക്കും നിമി. കുക്കുവിനെ അവിടെ നിർത്തിയാൽ ശരിയാകില്ല എന്ന് തോന്നിയത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു നാടകം. അതേ നിമി, തൊട്ടാ പൊട്ടുന്ന പ്രായത്തിലുള്ള രണ്ടെണ്ണം എങ്ങാനും കൈവിട്ടു പോയാല് കാര്യമൊന്നും നമ്മുടെ വഴിക്ക് വരില്ല. അതുകൊണ്ടല്ലേ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. അമ്മേ, അവരെത്തി, തുടങ്ങിക്കോ. അയ്യോ എന്റെ കാല, അല്ല കാലേ, അയ്യോ എന്റെ നടുവേ, എനിക്ക് വയ്യേ, അയ്യോ എനിക്ക് വേദനിക്കുന്നേ. എന്റെ പൊന്നോ, ശോഭന അഭിനയിക്കും ഇതുപോലെ. എന്റെ ഭാര്യ ഒരു പ്രസ്ഥാനം തന്നെ. അയ്യോ അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ് മോളെ. അല്ല, അയ്യോ മോളെ, അമ്മയ്ക്ക് വൈകി നടുവും പുറവും ഒക്കെ വിട്ടു പോവുക. പിന്നെ നടുവും പുറമൊക്കെ ദുബായിൽ കാറ്റ് കൊള്ളാൻ പോയേക്കുവാണല്ലോ. ഒന്നും മിണ്ടാതിരിക്കടാ. അമ്മ ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട മോളെ, നീ അമ്മയുടെ കൂടെ ഒരു 2 ദിവസം, അല്ലല്ല ഒരു 2 ആഴ്ച നിന്നാ മതി. അമ്മയുടെ അസുഖം എല്ലാം മാറിക്കോളും. ആ, ഞാനിവിടെ നിന്നോളാം അമ്മേ.
മോനെ നനജ നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏയ് സാരമില്ല അമ്മേ. എങ്കില് നിങ്ങളെല്ലാം പൊയ്ക്കോ. സമയം ഒരുപാടായി, എനിക്ക് ഉറക്കം വരുന്നു. ആ എന്നാ നമുക്കങ്ങ് പോവാം സീമേ. മക്കളെ വാ, നിമ്മി കിടക്കട്ടെ. അമ്മേ അഭിനയം കലക്കി. പിന്നല്ല ഞാനാരാ മോള്. പോകുക. കഴിഞ്ഞു. ഒരു ജന്മത്തിലെ ഒരു താലിയിൽ തളച്ചിട്ട ബന്ധം ഇവിടം കൊണ്ട് തീർന്നു. ഇനി ഒരിക്കലും ഒരു കൂടിച്ചേരൽ നരജന കൃതികയ്ക്ക് ഉണ്ടാവില്ല. അവര് പോയോ മോളെ? ആ അമ്മ പോയി. എന്നാലേ ആ റിമോട്ടിങ് എടുത്തേ, സീരിയൽ കാണണം. വാ നമുക്ക് ഹാളിലേക്ക് പോവാം. അമ്മ എവിടെ ഇരുന്നേ? ഈ വയ്യത്തെ കാലം വെച്ചോണ്ട് അമ്മയുടെ ഒരു സീരിയല്. അതിന് എന്റെ കാലിനൊന്നും പറ്റിയില്ലല്ലോ. ഇരുന്നെന്റെ അച്ഛന്റെ അമ്മായിച്ചന്റെ പ്ലാനാ. പ്ലാനോ? നരഞ്ജൻ വന്നെന്നറിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു പേടി. നീ ഇനി ഡയാലിസിസിന് എങ്ങനെ പോകുന്നു? പിന്നെ 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 ഒന്നുമില്ല. അതൊക്കെ പറയാനേ നിന്റെ തള്ള എന്ന നിലയിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് നീ അറിഞ്ഞാ മതി, വെടിമരുന്ന് തീപ്പെട്ടി ഒന്നിച്ചിരുന്നാലേ ശരിയാകില്ല. അമ്മ എന്താ പടക്ക കച്ചവടത്തിന് പോകുന്നുണ്ടോ? ഇല്ലടി, പാക്ക് കച്ചവടത്തിന് പോവാ. എന്താ മോള് വരുന്നോ? മാറി നിൽക്ക് വേണ്ടേ അങ്ങോട്ട്. ഞാൻ പോയി എന്റെ കിളിവീട് സീരിയൽ ഒന്ന് കാണട്ടെ. ഓഹോ, അപ്പോ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് എന്നെ ഇങ്ങോട്ട് തട്ടിയതായിരുന്നല്ലേ? ഒരു വിധത്തില് നന്നായി. കിച്ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് കുറയുമല്ലോ. നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട ഏട്ടാ, നല്ല തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. കാര്യം രണ്ടും തമ്മിൽ എപ്പോഴും വഴക്കാണെങ്കിലും അവള് പോയത് അവന് നല്ല വിഷമായിട്ടുണ്ട്. ഇതിപ്പോ 2 ആഴ്ച വരെ ഇങ്ങനെ കുക്കുവിനെ അവിടെ നിർത്താം. അത് കഴിഞ്ഞാല് നരജന നമുക്ക് എങ്ങോട്ടേലും എന്തേലും പറഞ്ഞ് മാറ്റേണ്ടി വരും. എന്തേലും വഴി കണ്ടുപിടിക്കാം. നരഞ്ജ എല്ലാം ഇവിടം കൊണ്ട് കഴിഞ്ഞു. മധുവിന്റെ കേസ് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃതിക തരുന്ന ശിക്ഷയും വാങ്ങി ജയിലിലേക്ക് നീ പോയേ തീരൂ. അവളെ പോലൊരു പെണ്ണിനെ ആഗ്രഹിക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ല. നീ ഇനി ആ കുട്ടിയെ ശല്യം ചെയ്യാൻ പോകരുത്. നീ പോയപ്പോ എനിക്ക് ജീവിക്കാൻ പ്രതീക്ഷ തന്നത് നിന്റെ മരണത്തിന് പിന്നിലെ സത്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള തോന്നലായിരുന്നു. ഇന്നിപ്പോ ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മധു. അന്ന് എല്ലാരും നിന്നെ എന്നെ ചേർത്ത് പറഞ്ഞ വാക്കുകളും എന്നോട് കാണിച്ച ടോർച്ചറിനേക്കാളും പെയിൻഫുൾ ആണ് കുക്കുവിനോട് ഞാൻ ചെയ്ത ആ തെറ്റിന്റെ ആഴം. അവളുടെ മുന്നിൽ പോലും നിൽക്കാൻ അർഹതയില്ലാത്ത എന്നെ ഇതുവരെ അവള് മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരനാക്കിയില്ല. ഒന്നും ആരോടും പറഞ്ഞില്ല. ഞാൻ കിട്ടിയ താലിയോടുള്ള കടമ അവള് ചെയ്തെങ്കിൽ ഞാൻ അവൾക്ക് ചെയ്തത് മുഴുവൻ ദ്രോഹങ്ങളായിരുന്നു. എനിക്കിനി വയ്യ മതി ഇങ്ങനെ ജീവിക്കാൻ. നരഞ്ജ, നിന്നെ പൂർണ്ണമായി ന്യായീകരിക്കാൻ എനിക്കാവില്ല. നീ എന്റെ വാവയെ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാനാവാതെയാണ് ഞാൻ ഓടിപ്പോയത്. പക്ഷേ അവളെ നിനക്ക് മുന്നിൽ അവളെ സമർപ്പിച്ചു എന്നോ അവളെ നിന്നെ ഉൾക്കൊണ്ടു എന്നോ ഞാൻ അറിഞ്ഞിരുന്നില്ല. വാവ സ്വയം തിരിച്ചു ചിന്തിക്കും വരെ. ഒരുപക്ഷെ മദ്യത്തിന്റെ ആലസ്യത്തിൽ അവൾ നിന്നെ ചേർത്ത് പിടിച്ചതും നിനക്കായി വഴങ്ങിയതും നീ അറിയാതെ പോയതാവും. ഈ ലോകത്തുള്ള എല്ലാ കാഴ്ചകൾക്കും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ 2 തലങ്ങളുണ്ടാവും. അതിലൊന്നു മാത്രമായിരുന്നു ഞാൻ കണ്ടത്. മറ്റൊന്ന് ഈ പ്രകൃതി എന്നിൽ നിന്ന് മറച്ചു പിടിച്ചതാണ്. നിങ്ങളുടെ സ്വകാര്യതയിൽ ഞാൻ പോലും വരാതിരിക്കാൻ. ആഹാ, നിങ്ങൾ വന്നോ? എന്താ വരണ്ടായിരുന്നോ? ഓ, അതിന് ഏട്ടനെന്തിനാ എന്റെ മണ്ടയ്ക്ക് കയറുന്നത്? അച്ഛാ, അവളവിടെ ഉണ്ടായിരുന്നു, ആ കൃമി. കൃമിയോ? അച്ഛാ, മറ്റവള്, ആ കൃതിക. ഉണ്ടായിരുന്നു. ആ നരഞ്ജന വന്നിട്ടുണ്ട്. അവനെ കെട്ടിയെടുക്കാൻ കണ്ട നേരം നാളെ സ്റ്റോക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. അവൻ റെക്കോർഡ്സ് നോക്കിയില്ലായിരുന്നെങ്കിൽ നാളെ സാധനം ഇവിടെ എത്തിയേനെ. എന്ത് സാധനം അച്ഛാ? അതൊന്നും നീ അറിയണ്ട. അവള് കാര്യം തിരക്കാൻ വന്നേക്കുന്നു. കേറി പൊടി. ഇത് നല്ല കൂത്ത്. ഏട്ടാ, ഏട്ടൻ അവളെ കണ്ടോ? കുക്കുവിനെ, നരഞ്ജനേട്ടന്റെ. കണ്ടു. അല്ല, ഈ കുക്കു ആരാ? അതവളെ എല്ലാരും വിളിക്കുന്ന പേരാ. കോളേജിലും അങ്ങനെ വിളിക്കാറ്. നിങ്ങള് ഒന്നിച്ചാണോ അപ്പോ? ഒരേ ക്ലാസ്സിലാ. പക്ഷെ ഫ്രണ്ട്സ് അല്ല, എനിമീസാ. ഓ അങ്ങനെ. ഏട്ടൻ പോവാണോ? കഴിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട, ഞാൻ കിടക്കാൻ പോവാ. ഹലോ ജീന, പറയടി. എത്ര നാള് കഴിഞ്ഞ സ്വന്തം മുറിയിലേക്ക് ഞാൻ കേറുന്നത്. ഇനിയിപ്പോ നിലത്ത് കിടക്കണ്ടല്ലോ. പക്ഷെ എന്തോ ഒരു കുറവുള്ള പോലെ. കുറവ് അത് അയാളുടെ തന്നെയാ. തൽക്കാലം ആ കുറവ് മധുവെച്ചിട്ട് ഡയറി വായിച്ചു തീർക്കും. ഇനിയിപ്പം ഒളിച്ചും പാത്തും വായിക്കണ്ടല്ലോ. മാത്രമല്ല, എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ പരമശിവൻ അല്ലല്ലോ ഇതിലെ പരമശിവൻ. നോക്കട്ടെ അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങൾ. ആ മരംകത്തി മോറൻ ഞാൻ വിചാരിച്ച പോലെ അല്ല. കുറച്ച് വിവരമുള്ള കൂട്ടത്തിലാണ്. ഓപ്പൺ മൈൻഡഡ് ആണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? കുഞ്ഞാടിന്റെ മുഖം കാട്ടാളന്റെ സ്വഭാവമാണല്ലോ. കാട്ടാളനല്ല, കടുവ.
ഡാളിയോ, അവൾ എന്നെ എന്നും മരം കൊത്തി മോറാന്ന് വിളിച്ചടാ. നിനക്ക് പറ്റുന്ന പേരല്ലേടാ ആ കൊച്ചിന് നിന്നെ വിളിക്കാൻ പറ്റൂ. പിന്നെ ഇടുന്ന പേര് നിന്റെ ഈ മരം മോന്തയ്ക്ക് ചേരണ്ടേ? അതുകൊണ്ടാവും അവള് മരപ്പെട്ടിന്ന് വിളിച്ചപ്പം നീ ഇങ്ങ് കേട്ടോട്ട് പോകുന്നത്. അതില് ഞാനിപ്പൊ ഖേദിക്കുന്നളിയ. അയ്യോ, എനിക്ക് സങ്കടം വരുന്നേ. എവിടെയാ കടല്? എനിക്ക് കടാപ്പുറത്ത് കൂടി പാടി പാടി നടന്ന് എന്റെ സങ്കടം തീർക്കണം. ബാംഗ്ലൂർ കടല് പോയിട്ട് ഒരു കായല് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോഴാ അവന്റെ ഒരു കുറച്ച് കടല വാരി രണ്ടിന്റെ വായിലിട്ട് തരാം, അതും തിന്നോണ്ട് അവിടെ കിടന്നോണം. അങ്ങനെ നീ ഇപ്പൊ ഞങ്ങളെ ഉറക്കി കിടത്താന്ന് വിചാരിക്കണടാ പാലിച്ചക്കാരന്റെ മരുമോനെ. നിനക്ക് ഞങ്ങളുടെ സങ്കടം പറഞ്ഞ മനസ്സിലാവില്ല. ഡാ, നിന്റെ പേരെന്താടാ? എന്റെ പേര് നിനക്ക് അറിഞ്ഞൂടെ? പറയടാ മരത്തലയാ. ഋഷികേഷ്. എന്റെയോടാ? ശബരിനാഥ്. എന്റെ പേര് നിരഞ്ജൻ. ഇവന്റെ പേര് മാനവ്. നിങ്ങളെക്കാളും ഗ്ലാമർ ഉണ്ട് എനിക്ക്. നിങ്ങളെക്കാളും വിവരമില്ലേടാ എനിക്ക്. നിങ്ങളെക്കാളും ബോധമില്ലേടാ എനിക്ക്. ആ എന്നെ ആ അന്ന കുഞ്ഞ് മരം കൊത്തി മാറാന്ന് വിളിച്ചത് എനിക്ക് സഹിക്കാൻ വയ്യടാ. കോളേജിലെ എത്ര പെമ്പിള്ളേരുടെ റോമിയാണടാ ഞാൻ. ആ എന്റെ മുഖത്ത് നോക്കിയാടാ അവള് മരം കൊത്തി മോനാന്ന് വിളിച്ചത്. എനിക്ക് വയ്യ. അവളെന്നെ അങ്ങനെ വിളിച്ചടാ, എനിക്ക് സഹിക്കാൻ വയ്യടാ. അലയാ, നീ ഇങ്ങനെ കരയാതെ എന്നെ പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്ക്. പോ പട്ടി അങ്ങോട്ട്. ഡാ, പട്ടി ഓങ്ങനടാ, കല്ലെടുത്തറിയാടാ അങ്ങോട്ട്. പട്ടി അല്ലടാ, ഞാനാടാ തെണ്ടി. നീ എന്തിനാടാ ഈ ജർമ്മൻ ഷെപ്പേർഡിന് മോട്ടർ വിറ്റിയത് പോലെ കിടന്ന് മോങ്ങുന്നത്? ഇത്രയും പെമ്പിള്ളേരുടെ കണ്ണിലുണ്ണിയായ ഇത്രയും ഗ്ലാമറുള്ള ഈ തക്കുടക്കുട്ടനാണല്ലോ അവള് മരപ്പട്ടിന്ന് വിളിച്ചത്. പക്ഷെ അവളാള് മെഡിക്ക്. ഏതാടാ ഈ തക്കുടുക്കുട്ടൻ? ഞാനല്ലാണ്ട് വേറെ ആര്? അയ്യടാ, നഴ്സറി പഠിക്കുന്ന കൊച്ചു കാവ, ഒന്ന് നിർത്തിയടാ. കുറെ നേരമായി രണ്ടും കൂടെ. എടാ, നമ്മള് ക്ലാസ്സിൽ ഒരു കോമഡി ഒപ്പിച്ചു. അതിന് ആ കൊച്ചു സാക്ഷി പറഞ്ഞു, സസ്പെൻഷനും കിട്ടി. അത്രേ ഉള്ളൂ. പിന്നെ മരംകുത്തി മോറൻ, അത് നീയൊക്കെ ആ പെണ്ണിന്റെ പുറകെ നടന്ന് ചൊറിഞ്ഞ് വാങ്ങിച്ചു കൂട്ടിയ പേരല്ലേ? അയ്യടാ, പുറകെ നടക്കാൻ പറ്റിയൊരു ചാതനം. ആ അവളുടെ ഉണ്ട കണ്ണും മത്തങ്ങ കാവളും ഉപ്പിലിട്ട മാങ്ങ പോലുള്ള മുഖവും യക്ഷിയുടെ അത്രയും മുടിയും. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ഉപ്പിലിട്ട മാങ്ങ അതല്ലടാ, അത് കഴിഞ്ഞ്. പിന്നെ ആ യക്ഷികളുടെ മുടി. മുടി അത് കൊള്ളാലോടാ കുട്ടിരാമ. ആരാടാ നിന്റെ കുട്ടിരാമൻ? ഇനി അവന് ഷെയർ കൊടുക്കണോ? ഷെയർ ഒന്നും കൊടുക്കണ്ട. കൊടുക്കാനുള്ളത് നമുക്ക് അവക്കിട്ട് കൊടുക്കാം. നീ എന്ത് ചെയ്യാൻ പോവാ? നമുക്കൊന്ന് മുടി വെട്ടിയാലോ? അതിനീ നട്ടപ്പ് അതിലേക്ക് നിന്റെ അപ്പം തുറന്നു വെച്ചേക്കുന്നോടാ ബാർബർ ഷോപ്പ്. പിന്നെ ഞാൻ വെട്ടൂല കേട്ടോ. എനിക്ക് MBBS കിട്ടിയാല് അമ്മ തിരുപ്പതിക്ക് നേരുന്ന മുട്ടയാ എന്റെ തല. സോ നീ വേണേല് ഇവന്മാരെ കൊണ്ടുപോ. വേണമെങ്കിൽ ആ കുട്ടിമാരനെ അല്ലല്ല കൂട്ടിരാമനെ വിളിച്ചോ. ഓ യവനെ കൊണ്ട് ഡലവലാതി മിണ്ടാതിരുന്നോണം. അമ്മാവന്റെ മോനാണെന്നൊന്നും ഞാൻ നോക്കില്ല. എടുത്ത് വല്ല വെള്ളത്തിലും കൊണ്ടുപോയി മുക്കും ഞാൻ. എന്നാലേ എനിക്ക് ബാർലി വെള്ളത്തിൽ മുങ്ങിയാ മതിയളിയാ. ബാർലി വെള്ളത്തിലോ? ബാറിലെ വെള്ളത്തില്. ബൈ ദ വൈ, ഡാ അപ്പച്ചിയുടെ മോനെ, എന്താ നിന്റെ പ്ലാൻ? നമുക്ക് അവളുടെ മുടിയങ്ങ് മുറിച്ചാലോ? ഓ, നീ MBBS വിട്ട് ബാർബർ ഷോപ്പ് തുടങ്ങാൻ പോവാ? ഡാ ശബരി, ഇവനെ വിളിച്ചോണ്ട് പോയേ. അവന് ബോധമില്ലാഞ്ഞിട്ടാടാ. നീ വിട്. എടാ, മുടി മുറിച്ചാല് അത് സീനാവില്ലേ? കോളേജിൽ വെച്ച് ചെയ്താലല്ലേ അവള് പോയി കംപ്ലൈന്റ് ചെയ്യും. പുറത്താകുമ്പം കുഴപ്പമില്ലല്ലോ. ഡാ, അത് വേണോ? അതൊരു പെങ്കൊച്ചല്ലേ. മുടിയൊക്കെ പോയാല് ആകെ. അങ്ങനെ അങ്ങ് ചോദിക്ക് ശബരിയേട്ടാ. ബാക്കിയുള്ളവരൊക്കെ മുടി വളർത്താൻ എന്തോരം എണ്ണ ഷാമ്പും പൊടിക്കൈകളൊക്കെ ചെയ്യുന്നതെന്നറിയോ? അന്നേരം അങ്ങേര് മുടി വെട്ടാൻ പോയേക്കുന്നു. ഇയാളെന്താ ബാർബറോ മുടി വെട്ടി കൊടുക്കാനായിട്ട്? ഓഹ്, ഇനി ചേച്ചിയുടെ മുടി വെട്ടിയാവോ? ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ കാര്യം ചെയ്തോളാം. നീയൊക്കെ എന്റെ കൂടെ നിന്നാ മതി. ദാ ഇവനെ കൂട്ടിക്കോ. മോളെ മാതിരി വർമ്മേ, നീ കളിച്ചത് നിരഞ്ജനോടാ. നിനക്കുള്ളത് ഞാൻ തരാടി മോളെ. ഡാളിയ, അവള് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിലിട്ട് കയറി. ശരിയടാ, ഇനി ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ഫോൺ വെച്ചോ. നീ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് എന്നെ ബുഹി കൊണ്ട് എങ്ങോട്ടാടാ തേണ്ടി പോകുന്നത്? ആർക്ക് വായു ഗുളിക മേടിക്കാനാ? മേടിക്കാനല്ല, കൊടുക്കാനാ പോകുന്നത്. വാടാ ഇങ്ങോട്ട്. കത്രിക എടുക്ക്. എടുക്കടാ. വായു ഗുളിക മേടിക്കുന്നതിന് എന്തിനാടാ കത്രിക? ഉണ്ടാതിരുന്നോണം. ഇങ്ങതാടാ. ഇടി 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 കള്ളിയും കാട്ട് നീലി, നിന്റെ മുടിയിന്ന് ഞാൻ ശരിയാക്കി തരാടി.
ഈശ്വര, ഇതിനായിരുന്നോ ഇവൻ എന്നെ വിളിച്ചോണ്ട് വന്നത്? സസ്പെൻഷൻ മാത്രമല്ല, ഇനി പള്ളക്കിട്ട് കുത്തും കിട്ടുമെന്നാ തോന്നുന്നത്. താനോ? യെസ്. നീ എന്താടി അണ്ണാകുഞ്ഞെ വിചാരിച്ചത്? എന്റെ മുന്നിൽ സ്മാർട്ടായിട്ട് അങ്ങ് പോകാമെന്നോ? നീ പോയി കംപ്ലൈന്റ് ചെയ്യലടി. ഇനി നീ ആരോട് ചെന്ന് കംപ്ലൈന്റ് ചെയ്യടി? ചോണയുണ്ടെങ്കിൽ പോയി ചെയ്യടി. ഡാ ഡാ, സംഗതി ചീറ്റിപ്പോയി. ഒന്നും ചീറ്റിയിട്ടില്ലടാ. ഇങ്ങ് നോക്കടാ, നീ അവളുടെ മുഖം ഒന്ന് നോക്കടാ. എനിക്ക് ഈ രക്തത്തില് പങ്കില്ല പെങ്ങളെ. ഇവൻ ഇങ്ങനെ മാനസിക വളർച്ച കുറവുള്ള കുട്ടിയാ. പെങ്ങളെ ക്ഷമിക്കണേ. അപ്പോ എന്നാ ഞങ്ങൾ അങ്ങോട്ട്. നീ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത്? ഡോ ഡോ പൊട്ട, മരങ്ങത്തി മുറ, അങ്ങോട്ട് നോക്കടോ. എങ്ങോട്ട്? ആ ബോർഡിലേക്ക് നോക്കടാ കോപ്പെ. ഡൊണേറ്റ് യുവർ ഹെയർ ഫോർ ക്യാൻസർ പേഷ്യൻസ്. ഡൊണേറ്റ് ബ്ലഡ്, സേവ് ലൈഫ്. മുടി വെട്ടി തന്നതിന് താങ്ക്സ്. ബാർബറ ബാലന് നല്ല ഭാവി കാണുന്നുണ്ട്. പിന്നെ ആ മുടിയോടെ വെച്ചിട്ട് തലയും വാലും എന്റെ കൂടെ ഒന്ന് വാ. എങ്ങോട്ട്? അതൊക്കെ ഉണ്ട്, വന്നേ രണ്ടാളും. ചേച്ചി, ആ മുടി അങ്ങ് മേടിച്ചു വെച്ചോ. സിസ്റ്റർ ആന്റി. ആ മധുമോളെ. ആ ഇവര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നവരാ. നല്ല ജ്യൂസ് ഒക്കെ കൊടുത്തിട്ട് വിട്ടാ മതി കേട്ടോ. അപ്പോ അണ്ണന്മാരെ ചെല്ല്, എനിക്ക് കുറച്ച് പണിയുണ്ട്. പോട്ടെ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവേ. എനിക്കിത് ഇഷ്ടായി. ഇതാ പറയുന്നത്, താൻ കുഴിച്ച കുഴിയില് താൻ തന്നെ വീഴുന്നത്. ഇപ്പൊ എന്തായി? ഇനി ആ ബുൾസെ പോലുള്ള കണ്ണും തള്ളി അവിടെ നിൽക്കാതെ പോയി ബ്ലഡ് കൊടുക്കണം മണ്ടം കിട്ടിയവനെ. ഡാ നാറി, നിനക്ക് സമാധാനമായല്ലോ? മര്യാദയ്ക്ക് ഹോസ്റ്റലിൽ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങി എന്നെ പിടിച്ചോണ്ട് വന്ന് ചോര ഊറ്റി എടുത്തപ്പോ നിനക്ക് മതിയായല്ലോ? അവന്റെ ഒടുക്കത്തെ ഒരു മുടിവെട്ട് സമരം. മനുഷ്യന്റെ കൈ കുത്തി പൊളിച്ചിട്ട് നിൽക്കുന്ന നോക്ക്. എടാ, എനിക്കൊരു അബദ്ധം. മിണ്ടിപ്പോകരുത് പൊട്ട. എന്റെ ഈശ്വര, എന്റെ ബ്ലഡ് കയറുന്ന ആള് അടിച്ച് പാമ്പാവായിരുന്നാ മതിയായിരുന്നു. അതിന് ഫുൾ ആൽക്കഹോൾ ആയിരിക്കും. എടാ, നീ ഇങ്ങനെ ചൂടാവാതെ പൊക്കോണം. വന്നി ഒരു ഇടിയച്ചാന്നുണ്ടല്ലോ, എന്റെ ചോര മുഴുവൻ ഊറ്റിയായ യക്ഷിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാകല്ലേന്നോ? എടാ, നീ നോക്കിക്കോ, ഇതിനുള്ള പണി നമ്മൾ അവക്ക് കൊടുക്കും. ആഹാ, ഇങ്ങേർക്ക് കിട്ടിയതെന്ന പോരെ, അങ്ങോട്ട് ചെന്ന് കേറി കൊടുക്ക്. എന്റെ അമ്മോ, ഞാനില്ല. നിർത്തി ഇതോടെ. അതേതോ കൂടിയേനോ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല. ഒരു സസ്പെൻഷൻ അല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. മധു. ആ ജീനേച്ചി, ദേ നമ്മുടെ ഫ്രഷേഴ്സ് ഡേ വരാൻ പോവാണ്. നീ നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന് നിന്റെ മിസ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഒരു ഡാൻസ് പ്രോഗ്രാം വെക്കുവാണ് കേട്ടോ. ആ അതിനെന്താ ചേച്ചി, ചേച്ചി വെച്ചോ, ഞാൻ റെഡി. പിന്നെ എനിക്കിപ്പോൾ ഒരു സെമിനാർ ഉണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് പോവാണേ. ചേച്ചി ഡീറ്റെയിൽസ് എന്താണെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ആ ശരി മോളെ. പിന്നല്ല, പെണ്ണുങ്ങളായാലും ഇങ്ങനെ വേണം. ആരും നിർബന്ധിക്കാൻ നോക്കി നിൽക്കരുത്, ചമ്മലം വെച്ചോണ്ടിരിക്കരുത്. അങ്ങ് കാണിച്ചു കൊടുക്കണം നമ്മുടെ കഴിവ്. കൂടിപ്പോയ ഒരു കൂവലല്ലേ, അതൊക്കെ അങ്ങ് എൻജോയ് ചെയ്യണം. മധു, നീ അറിഞ്ഞോ? നീ അന്ന് സസ്പെൻഷൻ വാങ്ങി കൊടുത്ത ചേട്ടന്മാര് വന്നിട്ടുണ്ടെന്നാ കേട്ടത്. നീ ഒന്ന് സൂക്ഷിച്ചോ. എന്തേന്? അവന്മാർ ഒരു വിളച്ചിലും എന്റെ അടുത്ത് നടക്കില്ല. എടി, അവര് നീ കരുതുന്ന പോലെ അല്ല. അതിൽ ആ കേക്ക് കൊടുത്ത് പെമ്പിള്ളാന്റെ പിന്നാലെ നടക്കുന്ന ഒരു ചേട്ടനല്ലേ, അതാണ് മാനവ് ചേട്ടൻ. കുറച്ച് ഫ്ലേട്ടിങ് ഒഴിച്ചാല് ആള് നല്ല ഡാൻസറും മ്യൂസീഷ്യനും ഒക്കെയാ. കോളേജില് തരക്കേടില്ലാത്ത ഫാൻ ബേസ് പുള്ളിക്കുണ്ട്. പിന്നെ ശബരി ആൻഡ് ഋഷി, അവര് രണ്ടും അത്ര പ്രശ്നക്കാരല്ല. പക്ഷെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാല് തല പോയാലും കൂടെ നിൽക്കും. പിന്നെ നേരഞ്ചേരൻ, ഐ മീൻ നേരഞ്ചർ മേനോൻ, തല്ലുകൊള്ളി, തന്തേടി, താന്തോന്നി എന്നീ പട്ടങ്ങള് അദ്ദേഹത്തിന്റെ കുത്തകയാണ്. ആരെയും പേടിയില്ല. എത്ര ഉഴപ്പ് നടന്നാലും ലാസ്റ്റ് മാർക്ക് ലിസ്റ്റ് ആകുമ്പോൾ അങ്ങേയുടെ റാങ്കും കൊണ്ടുപോകും. നോ ലവ് ഫെയർ, ആള് സിംഗിൾ ആണ്. ഈ കോളേജിലെ മിസ്സുമാര് പോലും ചെയ്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, വീണിട്ടില്ല. അവരെ തൊടാൻ ആരും ഈ ക്യാമ്പസിൽ മുതിർന്നിട്ടില്ല. ഇവിടെ എന്റെ ചേച്ചിയൊക്കെ പഠിക്കുന്ന സമയത്ത് കള്ളം, കഞ്ചാവും, ഡ്രഗ്സും ഒക്കെ സപ്ലൈ ഉണ്ടായിരുന്നാണ് കേട്ടത്. അന്ന് അതൊക്കെ സപ്ലൈ ചെയ്തവന്മാരുടെ 6ാം വാരികളിൽ വരെ തകർത്ത് കളഞ്ഞ ആളാ പുള്ളി. വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്. ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും നിരഞ്ജനന്റെ അടുത്ത് ചെന്നാല് എല്ലാം റെഡിയാക്കി കൊടുക്കും. ഓ പിന്നെ അങ്ങേരാര് മുഖ്യമന്ത്രി അതോ ശ്രീധർമ്മ ശാസ്താവോ, എല്ലാം അങ്ങ് റെഡിയാക്കി കൊടുക്കുക. ചേച്ചി എന്താ സ്ഥിരം പുട്ടാണോ കഴിക്കുന്നത്? ഇങ്ങനെ അങ്ങ് തള്ളി മറിക്കും. പിന്നെ ഈ ക്യാമ്പസില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ടൈമില് ഒന്ന് ചിരിക്കുകയോ ഒന്ന് മിണ്ടുകയോ പോലും ചെയ്യില്ലായിരുന്നു. അന്നാ പ്രിൻസിപ്പൽ പേടിച്ച എല്ലാരും അങ്ങനെ നടന്നത്. പക്ഷെ അതൊക്കെ ശരിയാക്കി ഇവിടെ ഫ്രീഡത്തിന്റെ ഓവർലൂപ്പ് കൊണ്ടുവന്നത് നിരഞ്ജനേട്ടനാ. ഇവിടെ നിന്ന് കാനഡയിൽ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ആ ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ആ ചേട്ടന്റെ ചേട്ടനും ഇവിടുത്തെ ഒരു ഹീറോ ആയിരുന്നെന്നാ കേട്ടത്. ഓ, എങ്കിൽ പിന്നെ അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന് കൂടെ അങ്ങ് വിട്ടുകൂടായിരുന്നോ? ആ മതി മതി മതി, എനിക്ക് മതിയായി നിന്റെ നിരഞ്ജൻ പറയണം. നീ അങ്ങോട്ട് മാറിയിരുന്നേ, എനിക്ക് എന്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓ, ഇയാൾ ഇത്ര വലിയ സംഭവമായിരുന്നു. പണി കിട്ടുമോ മാതാവ്? ഡാ നേരഞ്ച, നിന്റെ ആ അണ്ണാങ്കുഞ്ഞ് ഫ്രഷേഴ്സ് ഡേ പാർട്ടിക്ക് ഡാൻസ് ചെയ്യുന്നുണ്ടെന്നാ കേട്ടത്. പാട്ടും ഉണ്ടെന്നൊക്കെ പറയുന്നു. അതെന്തായാലും നന്നായി. അവളെ കൊണ്ട് ഞാനൊരു പാട്ട് പാടി ഡാൻസ് കളിപ്പിക്കും. നീ എന്ത് ചെയ്യാൻ പോവാ? അത് നീ കാത്തിരുന്ന് കണ്ടോ മോനെ മനു. ഇപ്പൊ നീ വാ, നമുക്ക് ഓരോ ചായ കുടിക്കാം.
ദൈവമേ, ഇങ്ങനെ ചേച്ചിയുടെ പ്രോഗ്രാം കുളമാക്കോ? പിറ്റേന്ന് പ്രോഗ്രാമിലുള്ള ഡ്രസ്സെല്ലാം റെഡിയാക്കി വെച്ച് ഉറങ്ങാൻ കിടന്ന ഞാൻ. അന്ന് ഡാ അളിയോ, എന്താ നിന്റെ പ്ലാൻ? ആ അണ്ണാൻ വല്ല ഭരതനാട്യത്തിനോ മറ്റോ ആയിരിക്കും പേര് കൊടുത്തിരിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് അവളുടെ ഡ്രസ്സ് കൊളാക്കിയിട്ട് തിരികെ വരാം. എടാ, അത്രക്കൊക്കെ വേണോ? ഒന്നും മിണ്ടാതിരിക്കടാ. ഡാ, ഈ കോലത്തിൽ പോയാല് നിന്നെ പിടിക്കില്ലേ? അതുമല്ല, അവളുടെ ഫ്ലാറ്റ് നിനക്കറിയോ? ആ കുരുത്തങ്കട്ടവളെ ഇന്ന് ജീനയുടെ കൂടെ അവളുടെ വീട്ടിലാ. പിന്നെ എന്റെ കോലം അത് റെഡിയാക്കാനാ അവന്മാര് പോയിട്ടുള്ളത്. ആ ദേ അവര് വന്നു. എവിടെ പോയി കിടക്കുമായിരുന്നടാ ഇത്ര നേരം? ഗൗഡ ചേട്ടൻ ഉറങ്ങിയാലല്ലേ അങ്ങേന്റെ പെണ്ണും പിള്ളേരെ മാക്സി അടിച്ച് മാറ്റാൻ പറ്റൂ. കൂട്ടത്തിലൊരു ചെരുപ്പ് പൊക്കി. നീ വേഗം ഡ്രസ്സ് മാറിക്കോ. ഓ, ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണം. ഇതൊക്കെ ഇട്ടോണ്ട് ഇതുങ്ങൾ എങ്ങനെ നടക്കുന്നതെന്തോ. ആ എടാ, നീയൊക്കെ അങ്ങോട്ട് മാറി നിന്നോ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വിളിച്ചോളാം. നീ എങ്ങനെയാടാ പോകുന്നത്? വിമാനത്തില്. എന്തിയെ? ഓ, ഇവനെ കണ്ട്. ആ ഫ്രണ്ട് ഗേറ്റ് തുറന്നിട്ടുണ്ടോ നോക്കാം. തുറന്നില്ലേലും മതില് ചേടാം. മാറി നിൽക്കാം അങ്ങോട്ട്. ഈയടാ, കിടക്കുന്ന കിടപ്പുണ്ടോ? ഒരൊറ്റ ഇടിവെച്ചതാണല്ലോ വേണേ. നീ എന്നെ മരം കൊത്തി പോറാന്ന് വിളിക്കുവല്ലേടി. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. നിന്റെ ഡാൻസ് ഞാനൊന്ന് കോളമാക്കി കൈ തരൂടി. ഓ കോപ്പ്, ഇവള് ഈ ഡ്രസ്സൊക്കെ എടുത്ത് എവിടെ വെച്ചേക്കുവാ? ഹലോ സാറേ, ഡാൻസിന്റെ ഡ്രസ്സാണോ ഈ കിടന്ന് നോക്കുന്നത്? ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടി ഒന്നും അല്ല കളിക്കുന്നത്. കോസ്റ്റ്യൂം തൊപ്പി നടക്കാൻ. അല്ല, എവിടുന്ന് കിട്ടി ഈ കത്തി വേഷം? നല്ല ചേലുണ്ട്. ആ, ഞാനൊരു ഫാൻസി ഡ്രസ്സ് കഴിഞ്ഞ് വന്ന വഴിയാ, അതുകൊണ്ടാ. ആ അതായിക്കോട്ടെ. ഫാൻസി ഡ്രസ്സിന് പോയ ആളെന്താ ഈ മുറിയില്? ആ അത് ഞാൻ വഴിയാണെന്ന് ഓർത്ത് കയറിയതാ. ഇതതിന് പൊതുവഴിയാക്കിയ വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, കൂട്ടത്തിലുള്ള 3 വഴിയാത്രക്കാരെ കണ്ടില്ലല്ലോ. ഓ, മതിലിന്റെ വെളിയിലായിരിക്കും അല്ലേ? അപ്പൊ അവള് ഞങ്ങളെ കണ്ടായിരുന്നു. അതെ, നിന്ന് കൂടുതൽ നെത്ത ചവിട്ടാതെ വേഗം ഇറങ്ങി പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാനിപ്പോ ആളെ വിളിച്ചു കൂട്ടും. ആഹാ, നീ എന്ത് പറയും? നീ എങ്ങാനും ഒച്ച വെച്ചാലേ നീ വിളിച്ചു കയറ്റിയതാണെന്ന് ഞാനങ്ങ് പറയും. പറഞ്ഞോ, താൻ എന്റെ കേറി പിടിച്ചെന്ന് ഞാനും അങ്ങ് പറയും. എപ്പോ? സമയമൊന്നും ഞാൻ നോക്കിയില്ല. നിന്ന് ഡാൻസ് കളിക്കാതെ ഇറങ്ങി പോടോ മരം കൊത്തി മോറ. ഡിഡി, നീ ചെവിയിൽ നുള്ളിക്കോ. ആരുടെ? തന്റെയോ? ഓ, ഇവളെ ഇന്ന് ഞാൻ. പോടോ, പോയി കിടന്ന് ഉറങ്ങടോ. പോവാടി അണ്ണാങ്കുഞ്ഞെ, അല്ലാണ്ട് നിന്റെ കൂടെ കിടക്കാനൊന്നും പോണില്ല. അതെ സാറേ, ഈ ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. സ്ഥിരമാക്കിക്കൂടെ? ഡി അണ്ണാങ്കുഞ്ഞെ, നിന്നെ ഞാൻ. അയ്യോ എന്തെല്ലാം പറ്റിയോ? ചിരിക്കണ്ട, ഞാനിവിടുത്തെ ഹൈറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവേ, ഡ്രസ് സൂപ്പറാ, പെർഫോമൻസും കിടക്കും. ഐ ലൈക്ക് യു. അപ്പോ കാണാം. കാണായി. ഡാ, അവനെ കാണുന്നില്ലല്ലോ. ഓ, ഇനി കോളമായി കാണും. ആ ദേ വരുന്നു അവൻ. എന്തായടാ? എന്താകെ അതും ചീറ്റിപ്പോയി. ആ വരവ് കണ്ടാൽ അറിയില്ലേ? ശബരിയെ, ആ ചിരിയിൽ എന്തോ ഒരു വന്തികേടുണ്ട്. ഡാ, സത്യം പറയടാ, അവിടെ എന്താ ഉണ്ടായത്? അവള് പറയുവാ. എന്ത്? അവൾ എന്നോട് പറയുവാ. എന്തോന്ന്? അവള് പറയാ ഐ ലൈക്ക് യു. അണ്ണാങ്കുഞ്ഞ് കടുവക്കൂട്ടില് വന്ന് കേറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ പൊന്നുമോ വാ, ചേട്ടൻ പാലും വെള്ളവും വാങ്ങിത്തരാം. അച്ഛാ. ആ മോളെ, വരിക്കില്ല, ജോർജ് സാറ് മരിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു. അച്ഛൻ അവിടെ വരെ പോവാ. മോള് അമ്മയുടെ കൂടെ ഒന്ന് പോയി ഇരിക്കണേ. അമ്മ ഏതോ പ്രേതപ്പണം കണ്ടോണ്ടിരിക്കുക, അതുകൊണ്ടാ. ആഹാ, ബെസ്റ്റ്. ഈ രാത്രി കാണാൻ പറ്റിയ സിനിമ. അച്ഛൻ പോയിക്കോ, ഞാൻ പോയി കിടന്നോളാം അമ്മയുടെ കൂടെ. ശരി മോളെ. ഓ, ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാം എന്താവോ എന്തോ. അങ്ങേരിനി വീണ്ടും ചേച്ചിക്കിട്ട് പണിയോ? രസം പിടിച്ച് വരുമ്പോ എന്തേലും പ്രശ്നം ഉണ്ടാവും. ഇനിയിപ്പോ പിന്നെ വായിക്കാം. സമയം 12 അയാൾ ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഓർക്കവും വരുന്നില്ലല്ലോ. നിലത്തിറങ്ങി കിടക്കാം. അയാൾ അവിടെയല്ലേ കിടന്നിരുന്നത്? ഈശ്വര, എന്തൊരു തണുപ്പായി തറയിലൊക്കെ. ഇവിടെയാണല്ലോ ഞാൻ കുക്കുവിനെ. എന്തൊക്കെ ദ്രോഹങ്ങളാ ഞാൻ ആ കുട്ടിയോട് ചെയ്തത്.
അയാള് ഉറങ്ങിക്കാണാവോ? അതോ ഇനിയിപ്പോ ഡയറി? അല്ല, അന്ന് കുക്കുവിന്റെ ഡയറി എന്റെ കയ്യിൽ കിട്ടിയിരുന്നില്ലേ? അന്ന് അത് നോക്കിയതുമില്ല. അതെവിടെയാ? ആ, എന്റെ ബാഗിലല്ലേ? ആ, കിട്ടി. വൈഫ് ഓഫ് ഡോക്ടർ നിരഞ്ജൻ, ഇനിയെന്നും കിച്ചേട്ടന്റെ പെണ്ണ്. ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആരെ? പറയില്ല. പക്ഷെ എന്റെ ഡയറിയിൽ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് ആ ആളുടെ പേര്, അയാളുടെ ഒപ്പമുള്ള കുറച്ച് ഓർമ്മകൾ. My love, ഇത് ഞാൻ. മോനെ നരഞ്ച, നീ ഇനി ഞെട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. ബാക്കി വായിക്ക്, ഞാൻ കേക്കട്ടെ.